ഹലോ ഗൈസ്, ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ 3 സെൻറ്റ് സ്ഥലം 4 ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം വീടിൻ്റെ ഏറ്റവും മുകൾ വശത്ത് സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ LED ലൈറ്റുകൾ വന്നിട്ടുണ്ട്. പുതിയ വീടാണ്. കോമ്പൗണ്ട് വാള്, ഗേറ്റ്, ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള വീടാണ്. 3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് പറമ്പിൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കാരാട്ടുതാഴം കേട്ടോ. കാരാട്ടുതാഴത്ത് നിന്ന് ഒരു 400 മീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന അടിപൊളി വീട് സ്ഥിതി ചെയ്യുന്നത്. ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻബിൽട്ടായിട്ട് വരുന്ന വീടാണ്. അതുപോലെ തന്നെ ഫുള്ള് മരത്തിൻ്റെ വാതിലാണ്. നല്ല ഭംഗിയുള്ള മരത്തിൻ്റെ വാതിലാണ് മുകൾ വശത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഫുള്ള് വില്ല ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഡോക്ടർ അഡ്വക്കേറ്റിൻ്റെ ബോർഡ്, ഡോക്ടർമാരൊക്കെ ഒരു ഏരിയയൊക്കെ അങ്ങനെയുള്ള ടോപ്പ് ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മുകൾ വശത്ത് വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ്. ഈ കാണുന്ന രീതിയിൽ ഇത്രയും വലുപ്പമുള്ള വലിയൊരു ഹാളാണ്. അപ്പോൾ ഈ ഹാളിൻ്റെ സൈഡിൽ 2 റൂമാണുള്ളത്. മുകൾ വശത്ത് 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പം ഈ കാണുന്ന ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം വലുപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വലുപ്പത്തിനെക്കാട്ടും ഒരു പോയിന്റ് കൂടുതൽ കേട്ടോ. ആ രീതിയിൽ വലുപ്പമുള്ള ബെഡ്റൂമാണ്. ലൈറ്റൊക്കെ ഇതിലും ഇൻബിൽട്ട് ആയിട്ട് തന്നെയാണ് ലൈറ്റ് വരുന്നത്. ഫുള്ള് മരത്തിൻ്റെ ജനവാതിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഫിനിഷ് ക്വാളിറ്റി ഉള്ള വർക്കാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതുപോലെയുള്ള ഫുഡ് ലാമ്പ് വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം കണ്ടില്ലേ, അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള സാധനം മെറ്റീരിയൽസ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കമ്പനി സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മുകൾ വശത്ത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മുകൾ വശത്ത് ഈ കാണുന്ന രീതിയിൽ ടൈല് വരെ ലൈറ്റ് ഉണ്ട് കേട്ടോ. രാത്രിയാണ് അതിൻ്റെ ഭംഗി അറിയാം. അവിടെ പറകുളന്നെ അവിടെ ഫുൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ സിറ്റ് ഔട്ടാണ്. പിന്നെ ഒരു ബെഡ്റൂം, വലിയൊരു ഹാള്, പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് തിരുമ്പുന്ന പരിപാടിക്കൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് മുകൾ വശത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. 2ാമത്തെ ബെഡ്റൂമും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഇൻബിൽഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റി സ്വിച്ചാണ്. ഈ റൂം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള റൂമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുറച്ച് ചെറിയ റൂമാട്ടോ. അന്ന വലുപ്പം ഒരു ഓവർ വലുപ്പം നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ലേശം ഒരു ചെറിയ ബെഡ്റൂമാണ്. അതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പം ഈ വീട്ടിൽ 2 ബെഡ്റൂം വലുപ്പമുള്ള ബെഡ്റൂമും 2 ബെഡ്റൂമും ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമിൻ്റെ സൈസായിട്ടാണ് വരുന്നത്. നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വയസ്സായ ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റൂം മതിയാവും. കുറച്ച് വലുപ്പമുള്ള റൂമും ആണെന്നുണ്ടെങ്കിൽ 2 ബെഡ്റൂം വലിയ ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ലൈറ്റായിട്ട് വരുന്നത്. പുറകുള്ള ഡിസൈനാണ്. ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കൂടാതെ മുകൾ വശത്ത് ഞാനൊരു USB, ഇത് ഞാനൊരു വീട്ടിലും കാണാത്തൊരു സംഭവം കേട്ടോ. ഇതുപോലെ ഒരു USB പ്ലഗ് കുത്താനുള്ളൊരു സെറ്റപ്പ് വരെ ഈ വീടിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ അതാണല്ലേ, ഇവിടെ അതുപോലെ ഒരു USB കണക്ട് ചെയ്യാനുള്ള സംവിധാനം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ ഒക്കെ നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാനുള്ള സെറ്റപ്പും ഈ വീടിന് ചെയ്തിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂമാണ്, 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്പേസ്, ഇവിടെ വാഷിംഗ് മെഷീനുള്ള സ്പേസ് ഉണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയുള്ളൊരു വീടാണ്. കോഴിക്കോട് പറമ്പിൽ ബസാർ കാരാട്ടുതാഴാണ്. 3 സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ വീടിൻ്റെ താഴത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ സ്റ്റെയർ കേസിൽ നമുക്ക് ഇവിടെ റെയിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. സ്റ്റെപ്പിൻ്റെ മുകൾ വശത്ത് ഫുള്ള് ഇതുപോലെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല കമ്പനി ലൈറ്റുകൾ തന്നെയാണ്. ഇത് താഴത്തെ ഒരു ബെഡ്റൂം ആട്ടോ. നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ബെഡ്റൂം ഈ വീടിന് വലുപ്പമുള്ള ബെഡ്റൂമാണ് വരുന്നത്. അത്യാവശ്യം ഒരു വലുപ്പമുള്ളതാണല്ലേ. ഫുള്ള് വലുപ്പമുള്ള ബെഡ്റൂമാണ്. ഫുള്ള് 4 ബെഡ്റൂമിന് ഇതുപോലെ ഇൻബിൽട്ട് ആയിട്ടാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. പിന്നെ ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. 4ാമത്തെ ബെഡ്റൂമും അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂം കേട്ടോ. അന്ന് ഓവർ വലുപ്പം എന്ന് പറയാനില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂം കേട്ടോ. ഇനി നമ്മൾ കയറി വരുന്ന ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ഇവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു സ്പേസാണ്, ഒരു ഹാളാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. അതും ഫുള്ള് ഇൻബിൽറ്റ് ഇങ്ങനത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കവിടെ TV വെക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട്. കിച്ചൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു വലുപ്പമുള്ളൊരു കിച്ചണാണ്. ഓപ്പൺ ടൈപ്പ് കിച്ചൻ്റെ ഒരു ഏകദേശം ടച്ചിങ്ങിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു എൻട്രി ഈ ലെവലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സൗകര്യമാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂം, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കിച്ചൺ കേട്ടോ. വർക്ക് ഏരിയ ഇല്ല, കിച്ചൺ ഈ കാണുന്ന കണ്ടീഷനിലാണുള്ളത്. അതുപോലെ തന്നെ TV, സോഫ ഒക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ വീടുകളിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു 4 റൂം ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂം, ഇതിപ്പോൾ കിച്ചണാണല്ലോ, ഈ റൂം നിങ്ങൾക്ക് ഡൈനിങ് റൂമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊരു ഡൈനിങ് റൂമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കിച്ചണ്, ഇത് ഡൈനിങ് റൂം എന്ന രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഡൈനിങ് റൂം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റൂമായിട്ട് തന്നെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മേശ വെച്ചിട്ട് നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഈ കാണുന്ന ഇവിടെ ഒരു ഡൈനിങ് റൂമായിട്ട് സെറ്റ് ചെയ്യാം. അവിടെ സോഫ ഒക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മുറ്റത്ത് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്, ഗേറ്റ് ഉണ്ട്, കോമ്പൗണ്ട് വാളുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില വെറും 49 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കോഴിക്കോട് പറമ്പിൽ ബസാർ കാരാട്ടുതായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീട് വാങ്ങാൻ താല്പര്യം വിളിക്കുക. അതുപോലെ തന്നെ കോൽക്കിണറാട്ടോ ഈ വീടിന് വരുന്നത്. വില ചോദിക്കുന്നത് 49 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വന്നത്, നമ്മൾ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റ് നമ്മളെ ചാനലാണ്. ഡ്രീം ഹോംസ് വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഫൈൻഡർ റിയൽ എസ്റ്റേറ്റ് നമ്മളെ ചാനലാണ്. അതുപോലെ തന്നെ പെർക്ക് പാർക്ക് റിയൽ എസ്റ്റേറ്റ് നമ്മളെ ചാനലാണ്. ഫൈൻഡർ റിയൽ എസ്റ്റേറ്റ് റെൻ്റ് ആൻഡ് ലീസ് നമ്മളെ ചാനലാണ്. അതുപോലെ ഒരുപാട് നമ്മൾ സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. റെൻ്റ്, ലീസ്, അതുപോലെ തന്നെ വിൽപ്പനകൾ, അതുപോലെ തന്നെ ഫൈൻഡർ മാട്രിമോണി ഉണ്ട്, ഫൈൻഡർ സ്റ്റോർ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് കമ്പനി നമുക്ക് നിലവിലിപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സർവീസ് ലഭ്യമാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫൈൻഡർ മാട്രിമോണിക്കാണെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ അതിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് സർവീസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻഡർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം നമ്മളെ പേജുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ യൂസ്ഡ് കാറൊക്കെ വിൽപ്പനൊക്കെ ഉണ്ടെങ്കിൽ ഫൈൻഡർ യൂസ്ഡ് സെയിൽ കാർ, അതിൻ്റെ ഒരു പേജ് നമുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാതരം പേജുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ